ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആയിട്ടാണ് കേട്ടോ. നമ്മൾ വർക്കായ പ്രൊഡക്റ്റ് മാത്രം റിവ്യൂ ചെയ്തിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് വർക്കാകാത്ത പ്രൊഡക്റ്റും നമ്മൾ റിവ്യൂ ചെയ്യണം. അങ്ങനെ എനിക്ക് വർക്കാകാത്ത ഒരു പ്രൊഡക്റ്റാണ് ഞാൻ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് കേട്ടോ. കുറച്ച് നാളായിട്ട് വളരെയേറെ ഹൈപ്പിൽ നിൽക്കുന്ന ഡംഡോക്കിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ് ഞാൻ റിവ്യൂ ചെയ്യുന്നത്. ഒരുപാട് യൂട്യൂബേഴ്സ് എല്ലാം ഇതിനെക്കുറിച്ച് റിവ്യൂ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ റിവ്യൂ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരുപാട് പേരുടെ വാങ്ങിയവരുടെയൊക്കെ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ഉണ്ടാവുമല്ലോ, അവരെയൊക്കെ ഇത് കമൻ്റൊക്കെ നോക്കി അങ്ങനെ സെർച്ച് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിയത് കേട്ടോ. പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല, എനിക്കിത് വർക്കായില്ല. വർക്കായവരുണ്ടാവും. അങ്ങനെ കമൻറ്റിലും ഞാൻ കണ്ടു, ചിലർക്കത് വർക്കായി ചിലർക്കത് വർക്കായില്ല, അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഈ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഞാനത് വാങ്ങി കേട്ടോ. എന്തായാലും വാങ്ങിച്ച് യൂസ് ആക്കി നോക്കാം എന്ന് കരുതി അങ്ങനെ വാങ്ങിയതാണ്. പക്ഷെ അതെനിക്ക് വർക്കായില്ല. എന്തായാലും ഏതാ പ്രൊഡക്റ്റ് എന്ന് ഞാൻ കാണിക്കാം. ആരെങ്കിലുമൊക്കെ ഈ പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ അവർക്കത് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ഏതാന്ന് പ്രൊഡക്റ്റ് കാണാം. ഞാൻ വാങ്ങിയ എനിക്ക് പണി കിട്ടിയ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഡെർംഡോക്കിന്റെ 5% ഗ്ലൈക്കോളിക് ആസിഡ് അടങ്ങിയ അണ്ടർ ആം ട്രീറ്റ്മെന്റ് ആണ് കേട്ടോ. ഇത് വളരെയേറെ ഹൈപ്പിൽ നിൽക്കുന്ന പ്രൊഡക്റ്റ് അല്ലേ, ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഇതിൽ 5% ഗ്ലൈക്കോളിക് ആസിഡ് ആണ് അടങ്ങിയേക്കുന്നത്. പിന്നെ ഇവരിത് പറയുന്നത് ഓൾ സ്കിൻ ടൈപ്പിന് ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് പറയുന്നത് വളരെയധികം സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട സാധനമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വാങ്ങി വെച്ചിട്ട് എനിക്ക് യൂസ് ആക്കാൻ ഒരു പേടി പോലായിരുന്നു കേട്ടോ. ഇതിന് മുന്നേ ഞാൻ ഗ്ലൈക്കോളിക് ആസിഡ് അടങ്ങിയ പ്രൊഡക്റ്റ് വാങ്ങിച്ച് യൂസ് ആക്കിയത് ലോറിയൽ പാരീസിന്റെ അണ്ടർ ഐ ക്രീമാണ് കേട്ടോ. അതെനിക്ക് നല്ല രീതിയിൽ വർക്കായ പ്രൊഡക്റ്റ്. അതിൽ കുറച്ചങ്ങനെ ചെറിയ ശതമാനം അങ്ങോട്ടേ ഉള്ളൂ. നല്ല രീതിയിൽ എനിക്ക് അണ്ടർ ഡാർക്ക്നെസ് കുറേയൊക്കെ കുറവുണ്ടായിരുന്നു ആ സിറം യൂസ് ചെയ്യുമ്പോഴത്തേക്കും. ഞാനൊരു 3 ബോട്ടിൽ 4 ബോട്ടിലോളം അത് വാങ്ങിച്ച് യൂസ് ആക്കിയത് കേട്ടോ. അതെനിക്ക് നല്ല രീതിയിൽ വർക്കായ പ്രൊഡക്റ്റ് ആട്ടോ. അതിന്റെ ബേസിലാണ് ഗ്ലൈക്കോളിക് ആസിഡ് അടങ്ങിയ ഇത് ഞാൻ വാങ്ങിയത് കേട്ടോ. ഗ്ലൈക്കോളിക് ആസിഡ് നമുക്ക് പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ കുറയ്ക്കാൻ സഹായിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിന്റെ ബേസിൽ ഞാൻ ഇത് വാങ്ങിയത്. പിന്നെ ഇത് വളരെയേറെ ഹൈപ്പിൽ നിൽക്കുന്ന പ്രൊഡക്റ്റും ആണല്ലോ. ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിയത് ഈ പറഞ്ഞ പോലെ തന്നെ അണ്ടർ ഡാർക്ക്നെസ്സിന് വേണ്ടിയാണ് കേട്ടോ. എനിക്ക് നല്ല രീതിയിൽ ഡാർക്ക്നെസ് ഉണ്ട്. അപ്പം അതൊന്ന് കുറയട്ടെ എന്നോർത്ത് ഞാൻ വാങ്ങിയതാ. നേരത്തെ എനിക്ക് ഇത്രയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ അണ്ടർ റോളോൺ നമ്മൾ ഉപയോഗിക്കുമല്ലോ, അങ്ങനെ റോളോൺ ഉപയോഗിച്ച് എനിക്ക് വന്നതാ ഈ ഡാർക്ക്നെസ് ഇത്രയും. അപ്പം അത് കുഴപ്പമൊന്നുമില്ല, എനിക്ക് അത്ര വിഷയമൊന്നുമില്ല. ഞാൻ അങ്ങനെ സ്ലീവ്ലെസ് ഉള്ള ഉടുപ്പൊന്നും ഇടാറില്ല, അതുകൊണ്ട് എനിക്കത് കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഇത് വളരെ ഹൈപ്പിൽ നിന്നപ്പം എല്ലാവരും ഇതിന് ട്രീറ്റ്മെൻറ്റ് നിന്ന, അതുപോലെ കൈമുട്ടിൻ്റെ ഇവിടെയൊക്കെ ഡാർക്ക്നെസ് എനിക്കുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കുറഞ്ഞോട്ടെ എന്ന് കരുതി മെയിനായിട്ട് അണ്ടർ ആം ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയാട്ടോ ഞാനിത് വാങ്ങിയത്. അപ്പം എനിക്ക് ഗ്ലൈക്കോളിക് ആസിഡ് ഇത്ര അടങ്ങിയോണ്ട് തന്നെ ആദ്യം ഉപയോഗിക്കാൻ ഒരു ഭയം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആദ്യം ഒന്ന് ഉപയോഗിച്ച് അങ്ങനെ കുറച്ച് ദിവസം ഉപയോഗിച്ചു കേട്ടോ. എനിക്കങ്ങനെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാനൊരു 1.5 ആഴ്ചയോളം ഇത് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇത് ഇത്ര മറ്റോ തീർന്നിട്ടുള്ളൂ. ബാക്കിയുണ്ട്, ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഇപ്പം ഡേറ്റും കഴിഞ്ഞു പോയി. ഞാൻ അങ്ങനെ ഉപയോഗിക്കാതെ മാറ്റി വെച്ചു കേട്ടോ. പിന്നെ ഉപയോഗിച്ചിട്ടില്ല, കാരണം നമുക്കൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ പിന്നെ അത് ഉപയോഗിക്കാതിരിക്കുന്നതല്ലേ നല്ലത്. അപ്പം അങ്ങനെ റോൾ ഓൺ ഒക്കെ ഞാൻ ഉപയോഗിക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല രീതിയിൽ എൻ്റെ സ്കിന്നെന്ന് പറഞ്ഞാൽ വളരെ സെൻസിറ്റീവാണ്. ചെറുതായിട്ടൊന്ന് കൊതുകോ എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് തട്ടുമോ, എവിടെയെങ്കിലും നമ്മൾ തട്ടുമോ എന്തെങ്കിലും ചെയ്താൽ പെട്ടെന്ന് തടിച്ച് വരുന്ന സ്കിന്നാണ്. അത് ഫേസ് ആയാലും ബോഡി ആയാലും അങ്ങനെ തന്നെ കേട്ടോ. പെട്ടെന്ന് അത് ബോഡി റിയാക്ട് ചെയ്യും അങ്ങനെ. അപ്പോഴത്തേക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ റോൾ ഓൺ ഒക്കെ കുറേ വാങ്ങിച്ച് യൂസ് ആക്കിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ നല്ല രീതിയിൽ വേർക്കുന്നവരാ. അപ്പം ജോലിയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ വേർക്കുന്ന ആളാണ് കേട്ടോ. അപ്പം നമ്മൾ അണ്ടർ റോൾ ഓൺ ഒന്നും ഉപയോഗിക്കാതിരുന്നെങ്കിൽ നമുക്ക് ഭയങ്കര സ്മെല്ലും ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിത് വാങ്ങിച്ച് യൂസ് ആക്കാറുണ്ട്. എനിക്കത് വേണം എപ്പോഴും. അങ്ങനെ ഞാൻ ഒരുപാട് റോൾ ഓൺസ് മാറി യൂസ് ആക്കി കേട്ടോ. പക്ഷെ ഏത് യൂസ് ചെയ്താലും എനിക്ക് എപ്പോഴും ചൊറിച്ചിലുണ്ടാവും. ചൊറിച്ചിലെന്ന് വെച്ചാൽ അവിടെ തടിച്ച് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളിപ്പോൾ രാവിലെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ നല്ല രീതിയിൽ ചൊറിച്ചിലെന്ന് വെച്ചാൽ അസഹനമായിട്ടുള്ള ചൊറിച്ചിലാട്ടോ. അങ്ങനെ ആവും. പിന്നെ ഇങ്ങനെ കറുത്ത് പൊരിപുരാന്ന് അങ്ങനെ വരികയും ചെയ്യും. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ പോലെയാണ്. അപ്പോൾ അങ്ങനെ വരാറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഇനി മാറി അങ്ങനെ റോൾ ഓൺസ് ഉപയോഗിച്ചു. പിന്നെ എനിക്ക് വർക്കായ റോൾ ഓൺ എന്ന് പറഞ്ഞാൽ ബാക്കി നമ്മൾ കടകളിൽ കിട്ടുന്ന ഒട്ടുമിക്ക റോൾ ഓൺസ് ഞാൻ മാറി യൂസ് ആക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്കത് വർക്കായിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കാർമസിയുടെ വാങ്ങി. കാർമസിയുടെ ഇതുപോലെ തന്നെ എനിക്ക് ചൊറിച്ചിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കെമിസ്റ്റെറ്റ് പ്ലേയുടെ അത് വാങ്ങി. അത് നല്ല രീതിയിൽ എനിക്ക് വർക്കായി കേട്ടോ. പിന്നെ വിഷ് കെയറിൻ്റെ ഞാൻ വാങ്ങിച്ച് യൂസ് ആക്കിയിട്ടുണ്ട്. അത് രണ്ടും എനിക്ക് വർക്കായിരുന്നു. കുറച്ച് ലൈറ്റനിങ് എഫക്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പിഗ്മെന്റേഷൻ ഒക്കെ കുറച്ച് കുറയുകയും ചെയ്തായിരുന്നു. പക്ഷേ കെമിസ്റ്റെറ്റ് പ്ലേയുടെ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അത് നമ്മൾ രാവിലെയും വൈകിട്ടും ഒക്കെ അത് യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് റോൾ ഓൺ തീർന്നു പോകും. കുറച്ച് ml അല്ലേ അതേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് തീർന്നു പോകുന്നതുകൊണ്ട് അത് കെമിസ്റ്റെറ്റ് പ്ലേയുടെ ഒക്കെ 300 രൂപ
അത്ര മറ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് എത്ര ഓഫറിലാണ്? അധികം ഓഫറൊന്നുമില്ല. എന്തായാലും നമ്മൾ 200 രൂപ, 230, 240 ആ റേറ്റിൽ വാങ്ങിക്കേണ്ടി വരും. റോൾ ഓൺ എന്ന് വെച്ചാൽ രാവിലെയും വൈകിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ തീർന്നു പോകും. അപ്പോൾ അതെനിക്ക് അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വിഷ് കെയറിൻ്റെ അതുപോലെ തന്നെ റേറ്റ് ഉണ്ട്. പിന്നെ കാർമേസയുടെ അത്ര റേറ്റ് ഇല്ല. ആ ഇതിൻ്റെ ബേസിലാണ് ഞാൻ വാങ്ങിയത്. എന്നാലും 140, 150, 160 അത്രയൊക്കെയാണ് കേട്ടോ. അത്രയും മറ്റോ ആണ് ഓഫറിൽ കിട്ടുന്നത്. അതിന് റേറ്റ് ഉണ്ട് അതിന്. പക്ഷെ അതെനിക്ക് ഉപയോഗിച്ചിട്ട് പറഞ്ഞ പോലെ ചോദിച്ചത് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ കെമിസ്റ്റേറ്റ് ബ്ലേഡ് ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല ഇത് വർക്ക് ആവുകയൊക്കെ ചെയ്യുന്നു. കുറച്ച് മെഡിറ്റേഷനൊക്കെ കുറഞ്ഞത്. വിഷ് കെയറും അതുപോലെ തന്നെയായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് നിർത്തി. പിന്നെ എനിക്ക് വർക്കായ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നിവ്യയുടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള റോൾ ഓൺ ഇല്ലേ, അതാണ് ഇപ്പം ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്നത്. എനിക്കൊരു കുഴപ്പമില്ല, എങ്ങനെ വേണം ഉപയോഗിക്കാം, കുഴപ്പമില്ല. അത് മാത്രമേ എനിക്ക് വർക്ക് ആവുന്നുള്ളൂ കേട്ടോ. ബാക്കി എത്ര റോൾ ഓൺസ് ഞാൻ മാറി മാറി വാങ്ങിയെന്നറിയോ? ഈ സാധനം ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഫ്രഷ് നാച്ചുറൽ എന്ന് പറഞ്ഞ ഈ നിവ്യയുടെ ഈ സാധനം. ഇതിന് വലിയ റേറ്റ് ഒന്നുമില്ല, 90 രൂപ അത്ര മറ്റേ ഉള്ളൂ. നമുക്ക് 70 രൂപ, 80 രൂപ, 70 രൂപ ആ റേറ്റിൽ ഓഫറിൽ കിട്ടുകയും ചെയ്യും. കടയിൽ നിന്നാണേലും 90 രൂപയേ ഉള്ളൂ. നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാ ഇപ്പം ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്നത്. എനിക്ക് കുഴപ്പമില്ല, വർക്കാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചൊറിച്ചിലോ വേറെ ഈ കുരു തരാന്നുള്ള പ്രശ്നമോ പുരുവരിപ്പോ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിപ്പം വർക്കാകുന്നുണ്ട്. ഇതായിപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഞാനങ്ങനെ റോൾ ഓൺസ് മാറി മാറി വാങ്ങിച്ച് എനിക്ക് ഭയങ്കര ഇത് ചൊറിച്ചിലായിരുന്നു. അങ്ങനെ ചൊറിച്ചിലും ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോൾ ഒന്നുകൂടെ എനിക്ക് അവിടെ ഡാർക്ക് ആകാൻ തുടങ്ങി. ഡാർക്കായിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ എന്തോ പോലെയാണ്. പിന്നെ ഈ പൊരുപുരാന്നുള്ള സാധനവും അതും ഇതെല്ലാം കൂടെ ഇങ്ങനെ വന്നിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ കറുത്ത് ഒരുമാതിരി ബുദ്ധിമുട്ടായിട്ടിരുന്നു. അപ്പോൾ അത് എന്നാൽ ഇത് ഉണ്ടെങ്കിൽ ഒന്ന് പ്രൊഡക്റ്റ് വാങ്ങിച്ച് യൂസ് ആക്കാമെന്ന് അങ്ങനെ ഞാൻ വാങ്ങിച്ചാൽ ഇത് യൂസ് ആക്കിയത്. പക്ഷേ ഇത് ആദ്യമൊക്കെ ഉപയോഗിച്ചപ്പോൾ എനിക്ക് കുഴപ്പം, ചൊറിച്ചില്ല, അങ്ങനെ ബുദ്ധിമുട്ടോ ഒരു കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞാൻ ഇവർ പറയുന്ന പോലെ ഇവർ രാവിലെയും വൈകിട്ടുമാണ് നമ്മളോട് 2 ടോയ്സ് ഡെയിലി ടോയ്സ് ആണ് ഇവർ ഉപയോഗിക്കാൻ പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ ടോയ്സ് ഞാൻ ഉപയോഗിച്ചില്ല. നമ്മൾ പുതിയതായിട്ടൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കുന്നതല്ലേ എന്ന് പറഞ്ഞ് ആദ്യം ഞാൻ അവിടെ അല്ല ഉപയോഗിച്ചത്. കാരണം അത് അണ്ടർ ആം എന്ന് പറഞ്ഞാൽ നല്ല നമ്മുടെ സെൻസിറ്റീവാണ്. അപ്പോൾ ആദ്യം അവിടെ ഞാൻ ഉപയോഗിച്ചില്ല. ആദ്യം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഈ മുട്ടുകൈക്കും ഇവിടെയൊക്കെ ഞാൻ വാങ്ങിച്ച് ഒരു 2-3 ദിവസം യൂസ് ആക്കി നോക്കി. അപ്പോൾ എനിക്ക് അങ്ങനെ ഇച്ചിങ്ങോ അങ്ങനെ ബുദ്ധിമുട്ടോ പ്രയാസമൊന്നുമില്ല. അതിനുശേഷമാണ് ഞാൻ അണ്ടർ ആമിൽ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. എന്നിട്ട് കുറച്ച് ദിവസം ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അവിടെ നമ്മുടെ അണ്ടർ ആമിൻ്റെ അടിയിൽ ഇങ്ങനെ ചെറിയ ലൈൻസ് പോലൊക്കെ ഉണ്ടല്ലോ, അവിടെ ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ട് നമ്മുടെ അകത്തെ ഉൾ സ്കിന്ന് ഇങ്ങനെ വിസിബിൾ ആകാൻ തുടങ്ങി, അങ്ങനെ കാണാൻ തുടങ്ങി. അപ്പം ഞാൻ ഓർത്ത് ഇത് മാറുന്നതിൻ്റെ ഇതായിരിക്കും എന്നോർത്ത് അങ്ങനെ ഞാൻ പിന്നെ കണ്ടിന്യൂസ്ലി അങ്ങനെ ഉപയോഗിച്ചു. അങ്ങനെ ഒരു 1.5 ആഴ്ച ഉപയോഗിച്ചപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ അവിടുത്തെ സ്കിന്ന് പീലാവുന്ന പോലെ തോന്നി. നല്ല രീതിയിൽ പീലായിട്ട് ആ പൊരു നിന്ന സാധനങ്ങളും ഡാർക്കും എല്ലാം മാറി. അങ്ങനെ മാറിയോ അല്ല ചെയ്തത്, സ്കിൻ അങ്ങ് പീല് ചെയ്യാൻ തുടങ്ങി. അതായത് സത്യം പറയുകയാണെങ്കിൽ ഈ കോഴീനെയൊക്കെ തൊലി പൊളിക്കുമ്പോൾ ഒരു വെള്ള കളർ കാണത്തില്ലേ, അതുപോലെ എൻ്റെ സ്കിന്ന് കാണാൻ തുടങ്ങി. അതായത് പച്ച ഇറച്ചി കാണാൻ തുടങ്ങി. നമ്മൾ ഉൾ സ്കിന്നില്ലേ അതങ്ങ് കാണാൻ തുടങ്ങി. നമ്മുടെ കൈയൊക്കെ മുറിയാണെങ്കിൽ തുറന്ന് വരുമ്പോഴത്തേക്ക് ഒരു വൈറ്റ് ഭാഗമില്ലേ, അതുപോലെ അങ്ങ് കാണാൻ തുടങ്ങി 2 അണ്ടർആമും. അപ്പോഴത്തേക്ക് ഞാൻ ഓർത്ത് ഇതപ്പോൾ പെട്ടെന്ന് പോകുന്നതായിരിക്കും, ശരിയാവുമായിരിക്കും. അപ്പം അറിയാതെ എനിക്ക് അത്ര ഇതായിട്ട് ചൊറിച്ചിൽ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെയും ദിവസം കൂടെ കണ്ടിന്യൂ ചെയ്തു കേട്ടോ. അപ്പം ഗ്ലൈക്കോളിക് ആസിഡ് ഇത്ര % അടങ്ങിയിട്ടുള്ളതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, അത്രമാത്രം എനിക്ക് അവിടുന്ന് ഉരിഞ്ഞു വന്നിട്ട് ഉൾ സ്കിന്നില്ലേ, ഉള്ളിലെ തൊലിയാണ് കണ്ടുകൊണ്ടിരുന്നത്. കാരണം ഇത്ര പെട്ടെന്ന് അത്രമാത്രം അങ്ങ് വന്നു. അപ്പം ഞാൻ അത് പിന്നെ സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പം അതാണ് എൻ്റെ ഇത് ഉപയോഗിച്ചിട്ട് എൻ്റെ അനുഭവം. ഇത് എല്ലാവർക്കും എങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ചില കമൻറ്റുകളുണ്ട്, ചിലർക്ക് അത് വർക്കായി, ചിലർക്ക് യൂസ് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ അണ്ടർആം ഡാർക്ക്നെസ് അധികം ഒന്നും മാറിയില്ല, ഉപയോഗിച്ചുകൊണ്ടില്ല, മാറി നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെ വന്നു, അങ്ങനെയൊക്കെ പറയാൻ ഇതാക്കി കേട്ടിട്ടുണ്ട്. കമൻറ്റിൽ കണ്ടു ഒരുപാട് പേർക്ക്. ഞാൻ ഇതിൻ്റെ റിവ്യൂ ഒക്കെ ഒരുപാട് നോക്കിയിട്ടാണ്. അപ്പം ചിലർ നല്ല രീതിയിൽ അവർക്ക് കുറഞ്ഞിട്ടുണ്ട്, ചിലർക്ക് വർക്കായിട്ടുണ്ട്, 3-4 ബോട്ടിൽ യൂസ് ആക്കിയവരുണ്ട്. അപ്പം ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് ഇങ്ങനെ വന്നു. അപ്പം ഞാൻ പേടിച്ചിട്ട് പിന്നെ അങ്ങ് നിർത്തി. പിന്നെ ഞാൻ ഈ പ്രൊഡക്റ്റ് യൂസ് ആക്കിയില്ല. അപ്പോൾ ഇത്രയും % ഇത് അടങ്ങിയിട്ടുള്ളതുകൊണ്ടാണ്, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഒരു അനുഭവം വല്ല ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ, അത് മറ്റുള്ളവർക്കും കൂടെ അത് ഉപകാരപ്പെടുമല്ലോ. ഇത് ഞാൻ സ്റ്റോപ്പ് ചെയ്ത് ഒരു 1-1.5 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ സ്കിന്ന് പഴയ പോലെ തന്നെ ആയി കേട്ടോ. ഞാനൊരു ട്രീറ്റ്മെൻ്റ് ഒന്നും എടുത്തില്ല, പഴയതുപോലെ തന്നെ ആയി. ഞാൻ നല്ല പേടിച്ചിരുന്നു കേട്ടോ. പേടിച്ച് ഡോക്ടറെ കാണാൻ
ആണോ എന്നൊക്കെ ഓർത്താ, പക്ഷെ വെയിറ്റ് ചെയ്യാമെന്ന് ഓർത്ത് നോക്കി. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കുറവ് തോന്നി. അങ്ങനെ 1-1.5-2 കഴിഞ്ഞപ്പോഴത്തേക്കും പൂർണ്ണമായിട്ട് അത് മാറി കേട്ടോ. മാറി പഴയ പോലെ തന്നെ ഇപ്പം പഴയ രീതിയിൽ തന്നെ ആയിരിക്കുന്നത്. അപ്പം ഞാൻ റിവ്യൂ ഒക്കെ കണ്ടപ്പോൾ ചിലർക്ക് പിഗ്മെന്റേഷൻ മാറുന്നില്ല, അങ്ങനെയൊക്കെ ചിലർക്ക് നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ അനുഭവം എന്താണ് അതൊന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ ഇത് യൂസ് ചെയ്തിട്ട് എൻ്റെ അനുഭവം ഇതാ. അത് ചിലപ്പോൾ എൻ്റെ സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ടായിരിക്കും പെട്ടെന്ന് അത്രയും. അത് അൾട്രാമേരിയം എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ നമ്മുടെ സെൻസിറ്റീവ് ആണല്ലോ, അതുകൊണ്ടായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ ഏതൊരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോഴും നല്ല രീതിയിൽ എല്ലാവരുടെ ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വാങ്ങുക. പിന്നെ നമ്മൾ വർക്കായ പ്രൊഡക്റ്റ് മാത്രം ചെയ്തിട്ട് കാര്യമല്ലോ, നമുക്ക് വർക്കാത്ത പ്രൊഡക്റ്റും കൂടെ നമ്മൾ റിവ്യൂ ചെയ്യണമല്ലോ, എന്നാലേ മറ്റുള്ളവർക്ക് ഇത് മനസ്സിലാവത്തുള്ളൂ. നമ്മൾ പൈസ മുടക്കി വാങ്ങിക്കുന്ന സാധനമല്ലേ ഏതാണേലും. അപ്പൊ അതുപോലെ ഇത് റേറ്റ് ഉണ്ട്, 420 മറ്റാണ്. നമുക്ക് കുറച്ച് പ്രൈസ് തോന്നി 300 അത്രത്തിലാണ് ഞാൻ വാങ്ങിയത്. ഇത് വാങ്ങിച്ച് യൂസ് ആക്കിയിട്ട് എൻ്റെ അനുഭവം ഇതാണ് കേട്ടോ. അതിപ്പോൾ മറ്റുള്ളവരുമായിട്ട് ഞാൻ ഷെയർ ചെയ്തെന്നുള്ളൂ. അപ്പം നമ്മൾ ഹൈപ്പിലുള്ള പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങുമ്പോൾ ഹോണസ്റ്റ് ആയിട്ട് റിവ്യൂ ഒക്കെ നോക്കി വാങ്ങുക കേട്ടോ. അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും ക്ലിക്ക് ചെയ്യും, ഓളെന്ന ഓപ്ഷൻ ടച്ച് ചെയ്യാനും മറക്കില്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.